യേശു ഒരു സ്ഥലത്തിരുന്നപ്പോൾ പക്ഷപാതക്കാരനെ 4 പേര് ചുമന്നുകൊണ്ട് വന്നിട്ട് അവൻ്റെ മുമ്പിൽ കിടത്തിയപ്പോൾ യേശു നിനക്ക് സൗഖ്യം തന്നിരിക്കുന്നു എന്നല്ല പറയുന്നത്, നിൻ്റെ പാപങ്ങളെ ഞാൻ മോചിച്ചു തന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ അവൻ്റെ പക്ഷപാതം എന്ന് പറയുന്നത് എന്താ? ശരിക്കും പാരലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തിയല്ല. മതം അവനെ ജീവിക്കാൻ അനുവദിക്കാതെ പാരലൈസ് ആക്കി ഇട്ടക്കുക. അവന് വീട്ടിൽ പോകാൻ പറ്റത്തില്ല, ഭാര്യയെ കാണാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങളെ കാണാൻ പറ്റത്തില്ല, ദേവാലയ വ്യവസ്ഥയിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല, ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല, ഉത്സവങ്ങൾ കൂടാൻ പറ്റത്തില്ല. അവൻ ഇതിനകത്തുനിന്നെല്ലാം വിലക്ക് കൽപ്പിച്ച് ജീവിക്കാൻ അനുവദിക്കാതെ പാരലൈസ് സിറ്റുവേഷനിൽ മത നേതാക്കന്മാരാക്കിയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവൻ എന്ത് കൊടുക്കണം? യാഗമൃഗത്തെ കൊടുത്താലേ ഇതിൽ നിന്ന് മോചനമുള്ളൂ. പക്ഷെ യാഗമൃഗത്തെ നൽകാതെ അവൻ്റെ പാപങ്ങളെ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ജീസസ് അവനെ ആ പാരലൈസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് പ്രവർത്തന സജ്ജമായ അവസ്ഥയിലേക്ക് അവനെ മാറ്റുകയാണ്. സോ ഇപ്പോൾ ജീസസിനെ അവർ എന്ത് ചെയ്തിരിക്കുക? പ്രവർത്തിക്കാൻ അനുവദിക്കാതെ എടുത്ത് തളച്ചിട്ടേക്കുക. അപ്പോൾ ജീസസിന് ദേവാലയത്തിൽ വരാൻ പറ്റില്ല, സിനഗോഗുകളിൽ വരാൻ പറ്റില്ല, പരസ്യമായിട്ട് ജനങ്ങളുടെ അടുത്ത് പ്രബോധനം കൊടുക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റാതെ ജീസസിനെ അവർ ഔട്ട്കാസ്റ്റ് ചെയ്ത് ഈ പോക്കറ്റുകളിൽ മാത്രം പ്രവർത്തിക്കാനായിട്ട് വിട്ടേക്കുക. ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. ഇതാണ് ക്രൂശീകരണം. സോ ഈ അവസ്ഥയിൽ നിന്നാണ് ജീസസ് ഉയർത്തുന്ന ഒരവസ്ഥയിലേക്ക്. അത് തന്നെയല്ല, ഈ അവസ്ഥയിൽ നിന്ന് പിതാവാം ദൈവം അവനെ ഉയർപ്പിച്ചു എന്ന ബൈബിൾ പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 4:10 വായിക്കുകയാണെങ്കിൽ, റോമർ 10:9 വായിക്കുകയാണെങ്കിൽ, എഫേസ്യർ 1:20 വായിക്കുകയാണെങ്കിൽ, അവിടെ എല്ലാം എഴുതിയിരിക്കുന്നത് മരിച്ച യേശുവിനെ ദൈവം ഉയർപ്പിച്ചു എന്നല്ല, മരിച്ചുപോയ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു എന്നല്ല, ജനങ്ങൾ കൊന്ന യേശുവിനെ ഉയർപ്പിച്ചു എന്നല്ല. അവിടെ എഴുതിയിരിക്കുന്നത് മരിച്ചവരിൽ നിന്നും യേശുവിനെ ഉയർപ്പിച്ചു എന്നാണ്. മരിച്ചവരിൽ നിന്നും യേശുവിനെ ഉയർപ്പിച്ചു എന്നാണ്. ആരായി മരിച്ചവർ? ന്യായപ്രമാണ സംബന്ധമായാണ് ഈ മരണം. സോ ന്യായപ്രമാണ സംബന്ധമായി ബഥാനിക്കകത്തും നസ്രയത്തിനകത്തും കഫർന്നഹൂമിനകത്തും ശമരിക്കകത്തും ഒക്കെ ജീവിക്കുന്ന ആൾക്കാർ പാപസംബന്ധമായി, ന്യായപ്രമാണത്തെ ലംഘനം മൂലമുണ്ടായ പാപസംബന്ധമായി മരിച്ചവരാണ്. അവരുടെ ഇടയിലാണ് ഇപ്പോഴും മരിച്ച അവസ്ഥയിൽ ജീസസിനെയും കൊണ്ട് അവർ തളച്ചിട്ടേക്കുന്നത്. ആ മരിച്ചവരുടെ ഇടയിൽ നിന്നും ആദ്യം യേശുവിനെ പിതാവാം ദൈവം ഉയർപ്പിച്ചതിനെക്കുറിച്ചാണ് ബൈബിൾ പറയുന്ന ഉയർപ്പ്. അതാണ് പുനരുത്ഥാനം. അല്ലാതെ ജീസസിനെ ക്രൂശിൽ കൊന്നിട്ടുമില്ല, കല്ലറയ്ക്കകത്ത് ശവശരീരം അടക്കിയിട്ടുമില്ല. ലാസറിൻ്റെ ഉയർപ്പും ഇത് തന്നെയാണ്. ആക്ഷരികമായിട്ടുള്ള മരണമല്ല ലാസറിൻ്റെ മരണവും. സോ ഈ മർമ്മങ്ങളെല്ലാം ചേർത്ത് വെച്ചിട്ട്, ഈ സത്യങ്ങളെല്ലാം ചേർത്ത് വെച്ചിട്ട് ഞാൻ ദ ഗോസ്പൽ ഓഫ് മനോജ് എന്ന് പറയുന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. താല്പര്യമുള്ള വ്യക്തികൾക്ക് ജീസസിൻ്റെ ശരിക്കുമുള്ള പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്.